നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അഞ്ചേരിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത് കോളങ്ങപ്പടി ബസ് സ്റ്റോപ്പിലാണ് നമ്മുടെ ഓയിൽ മില്ല് ഉള്ളത്. ആദ്യ ഓയിൽ മില്ല് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ഇപ്പൊ നമ്മളവിടെ പ്രധാനമായും ചെയ്യുന്നത് ചക്കില് വെളിച്ചെണ്ണ ആട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് നല്ല മൂത്ത നാളികേരം നോക്കി നമ്മൾ കളക്ട് ചെയ്യും. അതിവിടെ ലോക്കലിൽ കിട്ടുന്ന നാളികേരം തന്നെയാണ്. നാളികേരം നമുക്ക് കൊപ്രയാക്കാനായിട്ട് രണ്ട് രീതിയിൽ ചെയ്യാം. നോർമലി നമുക്ക് വെയിലത്ത് ഉണക്കിയെടുത്തും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഡ്രയർ ഉപയോഗിക്കാം. ഡ്രയർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഡ്രയർ ആണ് നമ്മുടെ അടുത്തുള്ളത്. ഇതിൽ അത്യാവശ്യം ഒരു 150 കിലോ നാളികേരം ഒരു ദിവസം നമുക്ക് വെട്ടി വെച്ച് കഴിഞ്ഞാൽ പച്ച നാളികേരം അങ്ങനെ വെട്ടി വെള്ളം കളഞ്ഞ് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂർ 13 മണിക്കൂർ ആകുമ്പോഴേക്കും ചിരട്ടയിൽ നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്കതൊരു 10 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ എണ്ണ ആട്ടാൻ പറ്റാവുന്ന രീതിയിലുള്ള കൊപ്രയായിട്ട് നമുക്ക് കിട്ടും. ശേഷം അങ്ങനെ ഉണ്ടാകുന്ന കൊപ്ര നമ്മൾ ചക്കില് ഇട്ട് ആട്ടും. ഈ ചക്കില് നമ്മൾ ഇട്ട് ആട്ടുന്നതിൽ ഉണ്ടാകുന്ന ക്വാളിറ്റി എന്താണെന്നുണ്ടെങ്കിൽ, സാധാരണ വെളിച്ചെണ്ണ ആട്ടിയെടുക്കാനായിട്ട് മിഷനറീസ്, പലതരം മിഷനറീസ് ഉണ്ട്. അതില് ചക്ക് എന്നുള്ളത് ഒരു പരമ്പരാഗത രീതിയിലുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ ചക്കിന് ആട്ടാനായിട്ട് കാളേനെ ഉപയോഗിച്ചിട്ടാണ് കറക്കുക. അപ്പൊ അതിന്റെ പകരമായിട്ട് ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അതിന്റെ പകരം ഇപ്പൊ കാളയ്ക്ക് പകരം നമുക്ക് മോട്ടറാണ് ഇപ്പൊ ഹെൽപ്പ് ചെയ്യണത്. ഇപ്പൊ ചക്ക വളരെ വേഗം കുറഞ്ഞ രീതിയിൽ കറങ്ങാണ് ചെയ്യുക. അപ്പൊ കൊപ്ര ഇട്ട് അതിലുള്ള എണ്ണകളെല്ലാം നമുക്ക് ഊറ്റിയെടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ എണ്ണ എടുക്കുന്നുള്ളൂ. പിന്നീട് ആ ഒരു പിണ്ണാക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പൊ ഇത് ചെറിയ ചൂടാണ് നമുക്ക് ആവുക. എണ്ണയ്ക്ക് ചൂടാവും, ആവില്ലെന്ന് പറയണില്ല. എങ്കിലും മറ്റുള്ള മിഷനറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയ്ക്ക് ചൂട് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ വന്നിട്ട് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ഹെയർ ഓയിലും ഉപയോഗിക്കാം. പാചക എണ്ണയായിട്ട് നമുക്ക് വന്നിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. കുറച്ച് ടേസ്റ്റും വന്നിട്ട് കൂടുതലായിരിക്കും. അപ്പോൾ ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയുടെ ഗുണമേന്മകൾ ഇത്രയൊക്കെയാണ്. ചക്കില് നമുക്ക് ക്രഷിംഗ് കപ്പാസിറ്റി കുറവാണ്. അതായത് ഒരു 100 കിലോ നമ്മൾ കൊപ്രയിട്ട് ആട്ടുകയാണെങ്കിൽ ഒരു കലക്കത്തോടു കൂടി, അതായത് ആടി വരുന്ന നേരത്തെ ഒരു 60 മുതൽ 62% നമുക്ക് എണ്ണ ലഭിക്കുക. അത് നമ്മൾ സാധാരണ രീതിയിലാണ് തെളിയാൻ വെക്കുക. ഫിൽട്ടർ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, കോട്ടൺ ഫിൽറ്ററൊന്നും ചെയ്യാറില്ല. ഒരു അണ്ടാവിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് 7 ദിവസം 8 ദിവസം ആകുമ്പോഴേക്കും സാധാരണ രീതിയിൽ അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊപ്രയുടെ കണികകളെല്ലാം താഴേക്ക് സെറ്റിലാവും. നല്ല തെളിഞ്ഞ് പ്യൂറായിട്ടുള്ള എണ്ണ വന്നിട്ട് കിട്ടും. എല്ലാ വെളിച്ചെണ്ണയും ആട്ടുന്ന വെളിച്ചെണ്ണ നല്ല എണ്ണ തന്നെയാണ്. മായമില്ലാത്ത എല്ലാ ആട്ടുന്ന വെളിച്ചെണ്ണയും ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. എല്ലാ എണ്ണയും ഉപയോഗിക്കാം. ഈ മെഷീന്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് അതിൻ്റെതായ ഗുണനിലവാരങ്ങൾ എണ്ണകൾക്ക് വന്നിട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ചക്കിലാണ് ആട്ടിയെടുക്കുന്നത്. ഇതിന്റെ വിശേഷങ്ങൾ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ശുദ്ധമായ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. അപ്പൊ എല്ലാ ഓയിൽ മില്ലുകാരെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നല്ല ശുദ്ധമായ എണ്ണ, ഒറിജിനൽ എണ്ണ വാങ്ങി ഉപയോഗിക്കുക. അത് ഏതെണ്ണയായാലും കൊപ്രയിൽ നിന്ന് ലഭിക്കുന്ന എണ്ണയാണെന്ന് മാത്രം. മായമില്ലാത്ത എണ്ണ വാങ്ങി കഴിക്കുക. നല്ല ആരോഗ്യമായിട്ടിരിക്കുക. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് എണ്ണ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ടാകും. സപ്പോർട്ട് ചെയ്യുക. 1/2 ലിറ്റർ, 1 ലിറ്റർ, 2 ലിറ്റർ, 5 ലിറ്റർ കൊടുക്കാം. അതേപോലെ ലൂസായിട്ട് 100 ഗ്രാം മുതൽ എത്ര വേണമെങ്കിലും കൊടുക്കാം. അതേപോലെ നിങ്ങളുടെ നാട്ടിലെ ചെറിയ ചെറിയ ഓയിൽ മില്ലുകാരൊക്കെ ഉണ്ടാവും. അവരെല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഒരു ചെറുകിട വ്യവസായം പോലെ തുടങ്ങിയിട്ടുണ്ടാകും. എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു മേഖല നല്ല രീതിയിൽ മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്.